നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പണം കൊണ്ട് അളക്കരുത്. നമ്മൾ 3 ശരീരവും ഒരേ മനസ്സുമുള്ളവരാണ്. അവൻ അരുതാത്തത് സംഭവിക്കുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ആപത്തൊന്നും സംഭവിക്കരുത് എന്ന് ഉള്ളൊരുകി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. എന്താ മോനെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ലക്ഷക്കണക്കിന് രൂപയുടെ കടവല്ലേ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. അത് വീട്ടിൽ തീർക്കേണ്ട ഭാരം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ടാവില്ല. എനിക്കതിനുള്ള നിവൃത്തിയില്ല. ജോലിയില്ല, കിടപ്പിലുമായി. എന്നിട്ടും കയ്യിലുള്ള മണം കണ്ണി കണ്ടവന്മാർക്ക് കൊടുക്കാനല്ലേ ഇങ്ങനെ നോക്കുന്നത്? നീ മാധവൻ സാറിന്റെ കാര്യമല്ലേ പറയുന്നത്? അതെ, അയാൾക്ക് പണം കൊടുക്കാനല്ലേ എന്നോട് ചെക്ക് ബുക്ക് ചോദിച്ചത്. ദൈവദോഷം പറയരുത് മോനെ. മാധവൻ സാറ് കടം തന്ന പണം കൊണ്ടാ നിന്റെ ചേച്ചിയുടെ വിവാഹം നടത്തിയത്. കാൽ കാശ് പലിശയില്ലാതെ വലിയൊരു തുകയാ തന്നത്. ഇപ്പൊ മാധവൻ സാറിന്റെ മോക്ക് കല്യാണം ഉറപ്പിച്ചിരിക്കുക. പണം തിരികെ കൊടുക്കേണ്ട നമ്മുടെ കടമയല്ലേ മോനെ? അച്ഛന്റെ പേരില് ആകെ 10 ലക്ഷത്തോളം രൂപ ബാങ്കിൽ കാണും. അതിങ്ങനെ കൊടുത്തു തീർത്താ ബാക്കിയുള്ള ബാധ്യതകൾ എങ്ങനെ വീട്ടിൽ തീർക്കും? എനിക്ക് മറ്റൊരു മാർഗമില്ലെന്നാ ഞാൻ പറഞ്ഞത്. നീ ഒന്ന് പതുക്കെ പറ മോനെ, അച്ഛൻ കേക്കും. തളർന്ന് കിടക്കുന്ന മനുഷ്യനെ നീ കൂടുതൽ തകർക്കാതെ. എല്ലാം കേട്ടോണ്ട് കിടക്ക. ഇനി ആരെ ഫോണൊന്നും വിളിക്കണ്ട. മോളെ, ഇനിയുള്ള അടുക്കള പണികളൊക്കെ ഞാൻ ചെയ്തോളാം. നമുക്കേ കല്യാണ ഒരുക്കങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. കല്യാണത്തിന് ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റില് എന്റെ അമ്മയുടെ പേര് മറന്നു പോയേക്കല്ലേ? ഇത് കല്യാണം ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് അല്ല. നമുക്ക് കല്യാണത്തിന് അടുപ്പിക്കേണ്ട സാമഗ്രികളുടെ ലിസ്റ്റാ ഇപ്പൊ തയ്യാറാക്കേണ്ടത്. അഥവാ വിവാഹം നടത്താൻ അവർക്ക് പണം ഉണ്ടെങ്കിൽ തന്നെ ഈ വിവാഹം നടത്താൻ രാഹി അനുവദിക്കില്ല. നീ എന്താ ആലോചിക്കുന്നേ? രാജീവിന്റെ അമ്മയെ അമ്മയൊന്ന് വിളിക്കുന്നത് നന്നായിരിക്കും. രജിസ്റ്റർ വിവാഹമായാലും വിരോധമില്ലെന്നല്ലേ അവര് പറഞ്ഞത്. എന്നിട്ട് രാജീവിന്റെ സഹോദരി ഇവിടെ വന്ന് കാണിച്ച കോപ്രായങ്ങളോ? അവള് പറഞ്ഞതനുസരിച്ച് 1 കോടി മുടക്കിയാലും വിവാഹ ചെലവിന് തികയില്ല. അമ്മേ, ഈ രാഖി എന്ന് പറയുന്നവര് കാഞ്ഞ വിത്ത. അവളും ഭർത്താവും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എങ്ങനെ ഈ വിവാഹം മുടക്കാന്നുള്ളതാ അവരുടെ ലക്ഷ്യം. അതൊക്കെ നിന്റെ തോന്നല മോളെ. സ്വന്തം സഹോദരന്റെ വിവാഹം മുടക്കണമെന്ന് ഏതെങ്കിലും ഒരു സഹോദരി ആഗ്രഹിക്കോ? പിന്നെ സഹോദരന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഒരു ആർഭാട വിവാഹം, അത് ന്യായമല്ലേ? ഒരു 2ാം കെട്ടുകാരൻ എന്തിനാ ഇത്ര ആഡംബര കല്യാണം? നീ എന്തിപ്പോ പറഞ്ഞത്? എന്നാലും അമ്മ രാജീവിന്റെ അമ്മയൊന്ന് വിളിക്കണം. രാഖിയും ഭർത്താവും വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിരിക്കണം. എനിക്കിപ്പോ പേടിയാ. ഈ പൂതനയോടൊപ്പം വന്ദന എങ്ങനെയാ വീട്ടിൽ കഴിയുന്നേ? അത് വേണ്ട മോളെ. അവര് വന്ന കാര്യം രാജീവും അമ്മയെ അറിയരുതെന്നല്ലേ രാഖി പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥിതിക്ക് അവരെ വിളിച്ചറിയിച്ച് പ്രശ്നം ഉണ്ടാക്കണോ? നീ വിഷമിക്കണ്ട. വന്ദനയുടെ കല്യാണം നടത്താനുള്ള പണമൊക്കെ മാധവേട്ടന്റെ പക്കലുണ്ട്. നീ ലിസ്റ്റ് തയ്യാറാക്ക്. ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യേണ്ടത് കല്യാണ മണ്ഡപ. എഴുത്. ഒരു കോടീശ്വരനെ കെട്ടാൻ പോയി നമ്മള് പിച്ചക്കാരാവാതിരുന്നാ മതിയായിരുന്നു. ബാങ്കില് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന പൈസ പിൻവലിക്കുമ്പോ എന്റെ വീട്ടുകാരോട് ഞാൻ ചെയ്ത 3 നിലയുള്ള വീട് എന്നുള്ള ശബ്ദം അത് പാലിക്കാൻ പറ്റില്ല എന്നുള്ള ടെൻഷനല്ലേ? അതൊക്കെ നടക്കും മാധവേട്ടാ. ഇപ്പൊ നമുക്ക് നമ്മുടെ വന്ദന മോളുടെ കല്യാണം നടത്താം.
അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഉം. ചായ കുടിച്ചില്ലല്ലോ? ആ, കുടിക്കാം. കുടിക്കാം. അമ്മ പറഞ്ഞതുപോലെ നാടറിഞ്ഞു വേണം എന്റെ മോളുടെ കല്യാണം നടത്താൻ. തനിക്ക് തരാനുള്ള പണം ഇപ്പൊ തന്നെ തന്നേക്കാം. അതൊന്നും ഇപ്പൊ വേണ്ട. ആശുപത്രി കിടക്കുന്ന ശങ്കരന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ഷോ അത് കഷ്ടല്ലേ. തിരക്ക് കൂട്ടാതെ ഞാൻ അങ്ങോട്ടല്ലേ വരുന്നേ. വന്ദനേച്ചി ആരുടെ മുന്നിലും ചിരിക്കാറില്ലല്ലോ. ഇപ്പൊ ഫോണിലൂടെ ചിരിയും കളിയും വർത്താനവും ഒക്കെയാ. മനസ്സിലായി, ഭർത്താവാകാൻ പോകുന്ന ആളുമായിട്ടാ ശൃംഗാരം. അതൊക്കെ ഞാൻ വന്നിട്ട് മതി. ഉമ്മ. ഹലോ എടി രാജീവ് സാറേ, അത് ഞാൻ വർഷയാ. കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയോ? രാജീവ് സാറേ എന്താ മിണ്ടാത്തെ? ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായോ? ഞാൻ രാജീവ് സാറല്ല, ദിയമോളാ. ദിയമോളെ, വർഷാന്റെ ആകെ ചമ്മിപ്പോയി. അങ്ങനെ തന്നെ വേണം. രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഫോൺ തട്ടിപ്പറിക്കാൻ പാടില്ല. സോറി മോളെ. ആന്റി എന്ത് ശിക്ഷയാ ഏറ്റുവാങ്ങേണ്ടത് പറ. ഫോൺ അമ്മയ്ക്ക് കൊടുക്ക്. മോളെ പറഞ്ഞു. വർഷ ആന്റിയെ ബെഞ്ചിൽ കയറ്റി കയ്യും കെട്ടി നിക്കാൻ പറ. എന്നിട്ട് വീഡിയോ കോളിൽ എന്നെ കാണിക്ക്. ശരി മോളെ. വർഷേ, നീ കസരിലൊന്ന് കേറുന്നേ. എന്തിന്? കേറ്. ഈ കയ്യൊന്ന് കെട്ടിയേ. കെട്ടാൻ. മോളെ, തെറ്റ് ചെയ്തതിന്റെ കയ്യും കെട്ടി നിൽക്കുന്ന വർഷാന്റെ കണ്ടോ? കണ്ടു കണ്ടു. പാവം വർഷാന്റെ ശിക്ഷിച്ചല്ലേ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നിയമമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. എന്റെ വന്ദന അമ്മ. മോളെ, അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യാ. എന്ന് നേരം കൊറേ. മോള് കിടന്നുറങ്ങിക്കോട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. ചേച്ചി, മോളോട് മാത്രം ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞാ മതിയോ? രാജീവ് സാറിനെ ഇടയ്ക്കൊന്ന് വിളിക്കണ്ടേ? അല്ലെങ്കിലേ ചേച്ചി ഒട്ടും റൊമാൻറ്റിക് അല്ലെന്ന് രാജീവ് സാർ കരുതും. ഞാനിപ്പോ കളിതമാശ പറയാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല. എന്റെ വിവാഹം നടത്താനുള്ള പണം ഉണ്ടാക്കാൻ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ബദ്ധപ്പാടുകൾ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് പണം കൊടുത്ത് സഹായിക്കാൻ എനിക്കാവുന്നില്ലല്ലോ എന്നുള്ള ആദിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.